ഡ്രോയിങ് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടോ? പ്രപ്പോർഷൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ടോ? ഇന്ന് ഞാൻ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഗ്രിഡ് മെത്തേഡ്. എന്താണ് ഗ്രിഡ് മെത്തേഡ്? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. റഫറൻസ് ഇമേജിലും നമ്മൾ വരയ്ക്കുന്ന സ്കെച്ച് ബുക്കിലും ഒരേ സൈസിലുള്ള ക്യൂബുകൾ ഇല്ലെങ്കിൽ സ്ക്വയർ ബോക്സുകൾ വരച്ച് റഫറൻസ് ഇമേജിൽ കാണുന്നത് പോലെ നമ്മളുടെ ഡ്രോയിങ് ഷീറ്റിലേക്ക് മാർക്ക് ചെയ്തെടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ പറയുന്ന ഗ്രിഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡ്രോയിങ്ങിന്റെ പ്രപ്പോർഷൻസ് ഒന്നും മാറിപ്പോകാതെ കറക്റ്റ് ആയിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഈ ഒരു ടെക്നിക്കിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്. ആ ഒരു പേടി, മിസ്റ്റേക്ക് വരുമോ എന്നുള്ളൊരു പേടി നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. അതേപോലെ തന്നെ ഡ്രോയിങ്ങിന് നല്ലൊരു അക്യൂറസി കൊണ്ടുവരാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഗ്രിഡ് മെത്തേഡിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഒരു പേപ്പറിൽ വരച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. സോ പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഗ്രിഡ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് കുറച്ച് ടൂളുകൾ ആവശ്യമുണ്ട്. പ്രധാനമായിട്ട് സ്കെയിൽ വേണം, അതേപോലെ തന്നെ ഗ്രാഫ് വരയ്ക്കാനായിട്ട് ഒരു പെൻസിൽ ആവശ്യമുണ്ട്. ഞാനിപ്പോൾ 2B പെൻസിലാണ് എടുത്തിട്ടുള്ളത്. ക്യാമറയിൽ വ്യക്തമായിട്ട് കാണാൻ. നിങ്ങൾക്ക് ഗ്രിഡ് തയ്യാറാക്കുന്ന സമയത്ത് ലൈറ്റ് പെൻസിൽ തന്നെ ധാരാളമാണ്. HB യൂസ് ചെയ്താൽ മതിയാവും. ഇനി ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഞാൻ ഒരു റഫറൻസ് പിക്ക് ഞാൻ വരയ്ക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് സ്കെച്ച് തയ്യാറാക്കാനായിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഗ്രിഡ് ഇട്ട് വരയ്ക്കാനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഇതാണ്. ശ്രദ്ധിക്കുക. ഇതിനെ ഒരു ഫോട്ടോ ആയിട്ട് സങ്കല്പിക്കാം. ഫോട്ടോയോ അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കാനെടുത്ത റഫറൻസ് പിക്കായിട്ട് സങ്കല്പിക്കാം. ഇനി ഇതിനെ അതിൻ്റെ ആംഗിളൊന്നും മാറാതെ, ഷെയ്പ്പൊന്നും മാറാതെ നമുക്കങ്ങനെ അതേപടി ചിത്രീകരിക്കാമെന്ന് നോക്കാം. അതിനാണ് നമ്മൾ ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എന്താണ് ഗ്രിഡ് മെത്തേഡ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് തീരെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ലളിതമാക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോക്കിക്കോ. ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഭംഗി നിങ്ങൾ നോക്കണ്ട. ഈ ഒരു തിയറി എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി തരാമെന്നാണ് ഞാൻ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിക്കോ. ഈ ഒരു ഒബ്ജക്റ്റിനെ എനിക്ക് അതേപടി തൊട്ടിപ്പുറത്തേക്ക് എനിക്ക് ചിത്രീകരിക്കണം. അതിന് ഞാൻ ഗ്രിഡ് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഗ്രിഡ് തയ്യാറാക്കാം. ഗ്രാഫ് തയ്യാറാക്കണം. അതിന് നീളം, വീതി നമുക്കൊന്ന് നോക്കാം. വീതി ഒരു 4 സെൻറ്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി തൊട്ട് താഴേക്ക് അതിൻ്റെ നീളം ഒരു 5 സെൻറ്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ ഓരോ സെൻറ്റിമീറ്റർ അകലത്തിൽ പോയിൻ്റ് മാർക്ക് ചെയ്യാം, ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യണം. ഇതാണ് ഗ്രിഡ് ഗ്രാഫ്. അതിൻ്റെ നീളം അതേപോലെ തന്നെ വീതി ഓരോ സെൻറ്റിമീറ്റർ അകലത്തിൽ മാർക്ക് ചെയ്തെടുക്കുക. ഇനി അത് കണക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഗ്രാഫ് അല്ലെങ്കിൽ ഗ്രിഡ് റെഡിയാവും. ഞാൻ വരയ്ക്കുന്നത് നോക്കുക. ഓരോ സെൻറ്റിമീറ്റർ 1, 2, 3, 4 ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി അത് കണക്ട് ചെയ്യുക. മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്രാഫ് കിട്ടുന്നതായിരിക്കും. ഇതുപോലെ ആ ഡിസ്റ്റൻസുകൾ അല്ലെങ്കിൽ നമ്മുടെ മെഷർമെൻറ്റ് കണക്ട് ചെയ്ത് ഗ്രാഫ് തയ്യാറാക്കുക. ഇതുവരെ ഗ്രിഡ് ഉപയോഗിച്ച് വരക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇതിനെക്കുറിച്ച് അറിവുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം സ്കിപ്പ് ചെയ്തോ, യാതൊരു പ്രശ്നമില്ല. പ്യുവർ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇതിനെ വളരെ ലളിതമാക്കി ഇതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഇനി നോക്കുക, ഇതിൻ്റെ ഓരോ കള്ളികൾ നോക്കുക. ഇനി ഇതേപടി നമുക്ക്
തൊട്ടിപ്പുറത്ത് നമ്മളുടെ ഇതിൻ്റെ വലതുഭാഗം നമ്മളുടെ ഡ്രോയിങ് ബുക്കാണ് സങ്കല്പിക്കുക. ഡ്രോയിങ് ബുക്കിലേക്ക് നമ്മൾ വരയ്ക്കണം. റെഫറൻസ് പിക്കിൻ്റെ അതേ ഗ്രാഫ് നമ്മളുടെ ഡ്രോയിങ് ബുക്കിൽ അതേപടി വരക്കുക. 4 സെൻറ്റിമീറ്റർ വീതി, അതേപോലെ തന്നെ തൊട്ട് താഴേക്ക് 5 സെൻറ്റിമീറ്റർ നീളം എടുത്ത് ആ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഗ്രിഡ് നമ്മളുടെ ഡ്രോയിങ് ബുക്കിലേക്ക് തയ്യാറാക്കണം. റെഫറൻസ് പിക്കിൽ വരച്ച അതേ മാർക്കുകൾ ഒന്നും മാറിപ്പോകാൻ പാടില്ല. ഓരോ സെൻറ്റിമീറ്റർ അകലത്തിലാണ് നമ്മളതിൽ കള്ളികൾ വരച്ചിട്ടുള്ളത്. അതേപടി ഈ ഒരു സ്ക്വയർ ബോക്സിൽ ചെയ്യണം, ഈ ഒരു ഗ്രാഫിൽ ചെയ്യണം. നോക്കിക്കോ, 1, 2, 3 കണ്ടില്ലേ? ആ കോർണർ കൂട്ടുമ്പോൾ 4 ആവും. ഇതുപോലെ ഓരോ സെൻറ്റിമീറ്റർ അകലത്തിൽ നമ്മൾ മാർക്ക് ചെയ്യണം. അതാണ് നമ്മളുടെ വരിയും നിരയും. റഫറൻസ് ബുക്കിൽ നമ്മൾ ചെയ്ത അതേ അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ചിത്രത്തിൽ കറക്റ്റ് റിസൾട്ട് കിട്ടില്ല. അത് ശ്രദ്ധിക്കുക. അതിൽ നമ്മൾ അകത്ത് വരയ്ക്കുന്ന സ്ക്വയർ ബോക്സുകളുടെ നീളവും വീതിയും ഓക്കെ ആയിരിക്കണം. നമുക്ക് വരക്കാം. കള്ളികൾ നോക്കുക. 1, 2, 3. മൂന്നാമത്തെ കള്ളി നമ്മളുടെ ഡ്രോയിങ് ബുക്കിൽ മൂന്നാമത്തെ ബോക്സ് നോക്കുക. അതിൽ കണ്ടില്ലേ, ഈ ഒരു ചെറിയൊരു ഭാഗമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതേപടി മാർക്ക് ചെയ്യുക നമ്മളുടെ ഡ്രോയിങ് ബുക്കിൽ നമ്മൾ ചെയ്ത ഗ്രിഡിൽ. ഇനി തൊട്ട് താഴേക്ക് എങ്ങനെയാണോ കാണുന്നത് അത് അതേപടി ആ ഒരു ബോക്സിൽ മാർക്ക് ചെയ്യുക. റഫറൻസ് ബുക്കിലെ ഭാഗം എങ്ങനെയാണോ ഇരിക്കുന്നത് അത് അതേപടി നമ്മളുടെ ഡ്രോയിങ് ബുക്കിലേക്ക് മാർക്ക് ചെയ്ത് വരച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ഔട്ട്ലൈൻ കറക്റ്റ് എടുക്കാനായിട്ട് കഴിയും. ഇത് വളരെ എളുപ്പമാണ്. കണ്ടില്ലേ? നോക്കുക, അതേപടി നമ്മളുടെ ഡ്രോയിങ് ബുക്കിലേക്ക് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് താഴേക്കുള്ള ഡയറക്ഷൻ ഓരോ കള്ളികൾ, ഓരോ ബോക്സ് നോക്കിയിട്ട് വേണം നമ്മളുടെ ഡ്രോയിങ് ബുക്കിലെ ബോക്സിൽ മാർക്ക് ചെയ്യാനായിട്ട്. കോളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. കണ്ടില്ലേ താഴത്തെ ഈ ഒരു പോർഷൻ അതേപടി നമ്മൾ ഡ്രോയിങ് ബുക്കിലെ ഗ്രിഡ് നോക്കുക, മാർക്ക് ചെയ്യാം. ഇതാണ് ഗ്രിഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി തൊട്ട് താഴെയുള്ള ഈ ഒരു പോർഷനും മാർക്ക് ചെയ്യാം. നമുക്കതിൻ്റെ ഷെയ്പ്പോ അല്ലെങ്കിൽ സൈസോ ഒന്നും മാറിപ്പോകാതെ അതേപടി നമ്മുടെ ഡ്രോയിങ് ബുക്കിലേക്ക് പകർത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. റഫറൻസ് ബുക്കിൻ്റെ ആ ഒരു സെൻട്രൽ ലൈൻ, ആ വൃത്തത്തിൻ്റെ അല്ല, ആ ഒരു ത്രികോണ സ്തംഭത്തിൻ്റെ ഞാൻ ആ ഷെയ്ഡ് മാർക്കും കൂടെ വേണം കൊടുക്കാം. കണ്ടില്ലേ? അത് അതേപടി യാതൊരു രീതിയിലും മാറ്റമൊന്നും വരാതെ നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഗ്രിഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതൊന്ന് നിങ്ങൾ 2-3 തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ റഫറൻസ് ബുക്കിലെ അതേ വലിപ്പത്തിലുള്ള ചിത്രം നമ്മളുടെ ഡ്രോയിങ് ബുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. റഫറൻസ് പിക്ക് എങ്ങനെയാണോ ഇരിക്കുന്നത് അത് അതേപടി നമ്മൾ വരച്ചു. ഇനി റഫറൻസ് പിക്കിൻ്റെ ആകൃതി ഒന്നും മാറാതെ കുറച്ച് വലുതാക്കി എങ്ങനെ ചിത്രീകരിക്കാൻ നമുക്ക് നോക്കാം. അതും ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് പൊതുവെ വാൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കയ്യിൽ ഒരു ചെറിയൊരു ഫോട്ടോ ആണ് ഉള്ളതെങ്കിലും അത് നോക്കി വലിയ രീതിയിൽ ഭിത്തിയിലൊക്കെ വരയ്ക്കാറുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഗ്രിഡ് അല്ലെങ്കിൽ ഗ്രാഫ് കുറച്ച് വലുതാക്കി വരയ്ക്കണം. നമ്മൾ 4 സെൻറ്റിമീറ്ററാണ് നമ്മൾ ആദ്യം ചെയ്തതെങ്കിൽ വീതി 6 സെൻറ്റിമീറ്ററാക്കി നമുക്കൊന്ന് വരച്ച് നോക്കാം. കുറച്ചുകൂടെ വലുതാക്കി വീതി കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ തൊട്ട് താഴേക്ക് നീളവും കുറച്ച് കൂടുതൽ വരച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ അസൈൻമെൻറ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ നമ്മളുടെ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് എങ്ങനെ ഗ്രിഡ് ഉപയോഗിച്ചുകൊണ്ട് റഫറൻസ് പിക്കിൽ കാണുന്ന അല്ലെങ്കിൽ റഫറൻസ് പിക്കിൽ കാണുന്ന ചിത്രത്തെ എങ്ങനെ കുറച്ച് വലുതാക്കി വരയ്ക്കാം. ആ ഒരു ടെക്നിക്കാണ് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ വളരെ എളുപ്പത്തിലുള്ളൊരു രീതിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതും നിങ്ങൾ പഠിക്കണം. ഇനി ഈ ഒരു തിയറി നിങ്ങൾ പഠിക്കണം. കണ്ടില്ലേ? അതിൽ പുറത്ത് അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ അസൈൻമെൻറ്റിൽ ചെയ്യുന്നുണ്ട്. ഇതിൽ 1.5 നമുക്ക് വരുന്നത് അളവുകൾ. ആദ്യത്തെ സ്ക്വയർ അല്ലെങ്കിൽ ഗ്രാഫ് ചെറുതായതുകൊണ്ട് ഓരോ സെൻറ്റിമീറ്റർ അകലത്തിലാണ് നമ്മൾ പോയിൻ്റ് മാർക്ക് ചെയ്തത്. എന്നാൽ രണ്ടാമത്തെ ഗ്രാഫ് കുറച്ച് വലുതാണ്. അതിൽ 1.5
ഇടവിട്ട് നമ്മൾ ഡിസ്റ്റൻസ് കൊടുത്ത് വരയ്ക്കുന്നത്. അത് നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കൊച്ചു കുട്ടികൾക്ക് വരെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇനി നോക്കുക, താഴത്തെ ഭാഗത്ത് ഒരു ചെറിയൊരു പോയിൻ്റ് അളവിൽ വ്യത്യാസമുണ്ട്. അത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. നമുക്കൊന്ന് അളന്ന് നോക്കാം എവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളതെന്ന്. 1.5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. താഴത്തെ പോർഷനിലാണ് മിസ്റ്റേക്ക്. ഈ ഒരു ഭാഗം കറക്റ്റ് ചെയ്യാം, മായ്ച്ച് കളയാം. ഇതുപോലെ നമ്മൾ അളന്ന് നോക്കുക. ഓരോ ഭാഗത്തും എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നമ്മൾ നോക്കണം. ചിത്രം വരയ്ക്കുന്ന സമയത്ത്, ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എടുത്തിട്ടുള്ള ഡിസ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പൊതുവ്യത്യാസം എന്നൊക്കെ നമ്മൾ കണക്കിലൊക്കെ പറയാറില്ലേ, അതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള അളവുകൾ എത്രയാണോ എടുത്തിട്ടുള്ളത് അതൊന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഇനി അളവിൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം. രണ്ടാമത്തെ ഗ്രാഫിൽ 1.5 ഇടവിട്ട് നമ്മൾ എടുക്കുന്നത് സ്ക്വയർ ബോക്സിൻ്റെ അളവ്. അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും 1.5 ആയിരിക്കും. ഇനി അതെങ്ങനെ വരക്കുന്നത് നോക്കാം. മൂന്നാമത്തെ നിര അല്ലെങ്കിൽ മൂന്നാമത്തെ കള്ളി നോക്കുക. 1, 2, 3 റഫറൻസ് പിക്കിൽ കാണുന്ന മാർക്കുകൾ അതേപടി നമ്മളുടെ ഡ്രോയിങ് ബുക്കിലേക്ക് വരച്ചെടുക്കാം. ഇനി തൊട്ട് താഴേക്കുള്ള ലൈൻസ് എങ്ങനെയാണോ പോകുന്നത് നമ്മളുടെ ഗ്രിഡിൽ മാർക്ക് ചെയ്യണം. ഇനി തൊട്ട് താഴേക്ക് ഈ ഒരു കോർണർ ടച്ച് ചെയ്തിട്ട് പോകുന്നുണ്ട്, അത് കട്ട് ചെയ്ത് താഴേക്ക് പോകുന്നുണ്ട്, അതേപടി മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു ഭാഗം നോക്കുക, മാർക്ക് ചെയ്തെടുക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. ഇനി താഴത്തെ ഭാഗം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. മാർക്ക് ചെയ്യുക, കണക്ട് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു ഡയറക്ഷൻ കണ്ടില്ലേ, ഗ്രിഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ അതേ സെയിം സൈസിൽ തന്നെ നമുക്ക് ചിത്രീകരിക്കാനായിട്ട് കഴിയും. അതേപോലെ തന്നെ സൈസ് കുറച്ച് വലുതാക്കി വരയ്ക്കണമെന്നുണ്ടെങ്കിലും ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കാനായിട്ട് കഴിയുന്നതാണ്. 2 കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു. ഇനി അതിൻ്റെ സൈഡ് ഭാഗത്ത് കാണുന്ന ഷെയ്ഡും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഈ ഒരു ക്ലാസ്സിൽ ഇത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഗ്രിഡ് മെത്തേഡ് അതിൻ്റെ തിയറി എന്താണ് എന്ന് ജസ്റ്റ് കൺവേ ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ നമ്മൾ പോർട്രേറ്റ് വരയ്ക്കുന്നതായിരിക്കും ഗ്രിഡ് ഉപയോഗിച്ചുകൊണ്ട്. കണ്ടില്ലേ, സെയിം അളവ്, അതിൻ്റെ സൈസോ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിലൊന്നും യാതൊരു മാറ്റവും ഇല്ലാതെ നമ്മൾ അതേപടി ആദ്യത്തെ അസൈൻമെൻറ്റിൽ ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിൽ കുറച്ച് വലുതാക്കി. ഇപ്പോൾ ഗ്രിഡ് മെത്തേഡിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ഭാഗത്തിനെ പറ്റി എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. അതേപോലെ തന്നെ ഡ്രോയിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് കണ്ടിരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളുടെ കൈ കൊണ്ട് പെൻസിലെടുത്ത് വരച്ച് പ്രാക്ടീസ് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പോഴാണ് ശരിയായ പഠനം നടക്കുന്നത്. എന്നത്തെയും പോലെ തന്നെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. ബൈ.